അടുത്തത് ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ്. ഒരു പുതിയ ഫോറിൻ ഏജന്റിലേക്ക് മൊബൈൽ ഡിവൈസ് മൂവ് ചെയ്യുന്നത് കൊണ്ട് പാക്കറ്റ് ലോസ് ഉണ്ടാകും. സോ മൂവിങ് ടു എ ന്യൂ ഫോറിൻ ഏജന്റ് ക്യാൻ കോസ് പാക്കറ്റ് ലോസ് ഓർ ടൈം ഔട്ട് അറ്റ് ദ മൊബൈൽ നോഡ് ഓർ ടൈം ഔട്ട് അറ്റ് ദ കറസ്പോണ്ടന്റ് ഹോസ്റ്റ്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, എപ്പോഴാണ് പാക്കറ്റ് ലോസ് വിത്ത് കൺജഷൻ ഡിറ്റക്ട് ചെയ്യുന്നത്? ഒരു സെൻഡർ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്തിട്ട് ടൈമർ എത്രയാണോ അത്രയും നേരം വെയിറ്റ് ചെയ്യും. എന്നിട്ടും അക്നോളജ്മെന്റ് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അത് പാക്കറ്റ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യും വിത്ത് കൺജഷൻ. ടൈമർ തീർന്നു കഴിഞ്ഞിട്ടും അക്നോളജ്മെന്റ് വന്നിട്ടില്ല, അപ്പോൾ അത് കൺജഷൻ കൊണ്ടാണ്. ദെൻ പാക്കറ്റ് ലോസ് ആണ് ഡ്യൂ ടു കൺജഷൻ, അങ്ങനെയാണ് അത് അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ലോ സ്റ്റാർട്ട് മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യും. കൺജഷൻ ആണെന്ന് ഡിറ്റക്ട് ചെയ്താൽ സ്ലോ സ്റ്റാർട്ട് മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യും. ഇനി വേറൊരു പോസിബിലിറ്റി ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് സെയിം പാക്കറ്റിനുള്ള അക്നോളജ്മെന്റ് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സെൻഡറിന്. ടൈമറിന്റെ ടൈം ഔട്ട് കഴിഞ്ഞിട്ടുമില്ല. അപ്പം അതിനുള്ളിൽ സെയിം പാക്കറ്റിനുള്ള അക്നോളജ്മെന്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ സെൻഡറിന് മനസ്സിലാവും ഇത് പാക്കറ്റ് ലോസ് ആണ്, പക്ഷെ നേരത്തെ പോലെ കൺജഷൻ കൊണ്ടല്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അക്നോളജ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ അങ്ങനെ കിട്ടുമോ? ഇല്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ് അക്നോളജ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പാക്കറ്റ് ലോസ് ആണ് വിത്തൗട്ട് കൺജഷൻ. രണ്ടാമത്തെ കേസ് വിത്തൗട്ട് കൺജഷൻ. അപ്പോൾ അവിടെ സ്ലോ സ്റ്റാർട്ട് പെർഫോം ചെയ്യില്ല, റീട്രാൻസ്മിഷൻ പെർഫോം ചെയ്യും. അത് ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് ആണ് അല്ലേ? ഫസ്റ്റ് കേസ് എന്തായിരുന്നു? ടൈം ഔട്ട് കഴിഞ്ഞിട്ടും അക്നോളജ്മെന്റ് കിട്ടാതെ വരുമ്പോൾ പാക്കറ്റ് ലോസിനെ ഡിറ്റക്ട് ചെയ്യും. ആൻഡ് അത് പാക്കറ്റ് ലോസ് വിത്ത് കൺജഷൻ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളപ്പോൾ സ്ലോ സ്റ്റാർട്ട് മെക്കാനിസം പെർഫോം ചെയ്യും. സ്ലോ സ്റ്റാർട്ട് അറിയാലോ, പതിയെ അതായത് റേറ്റ് കുറയ്ക്കുക, ട്രാൻസ്മിഷൻ റേറ്റ് കുറയ്ക്കുക. ഇനി രണ്ടാമത്തെ കേസിലോ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് പാക്കറ്റ് ലോസ്? ടൈം ഔട്ട് തീരുന്നതിന് മുമ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുക. അതും പാക്കറ്റ് ലോസ് ആണ്, പാക്കറ്റ് ലോസ് കൊണ്ടാണെന്ന് മനസ്സിലാക്കും. ആൻഡ് ഓൾസോ വിത്തൗട്ട് കൺജഷൻ കൊണ്ടല്ല, വേറെന്തോ കാരണം കൊണ്ടാണ്. സോ അവിടെ സ്ലോ സ്റ്റാർട്ട് പെർഫോം ചെയ്യില്ല. അവിടെ പെട്ടെന്ന് തന്നെ സെൻഡർ ആ ടൈമർ കഴിയുന്നതിന് മുമ്പ് തന്നെ റീട്രാൻസ്മിഷൻ ചെയ്യാൻ തുടങ്ങും. റിസീവറിന് റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങും. അതിനെയാണ് ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ എന്താണ്? സെൻഡറിന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള അക്നോളജ്മെന്റ്, സെയിം അക്നോളജ്മെന്റ് തന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ സെൻഡർ എപ്പോഴും ഒരു ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് മോഡിലേക്ക് മാറും. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഐഡിയ. അപ്പോൾ ഈ ഐഡിയയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു മൊബൈലിനോട് എപ്പോഴെങ്കിലും ലൊക്കേഷൻ മാറി മൊബൈൽ IP യൂസ് ചെയ്ത് പുതിയൊരു ഫോറിൻ ഏജന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ സെൻഡർ എന്ത് ചെയ്യും? ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് മോഡിലേക്ക് പോയി ഫാസ്റ്റ് ആയിട്ട് റീട്രാൻസ്മിഷൻ ചെയ്യും വിത്തൗട്ട് സ്ലോ സ്റ്റാർട്ട് മെക്കാനിസം. സ്ലോ സ്റ്റാർട്ട് മെക്കാനിസത്തിലേക്ക് പോകാതെ അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് റീട്രാൻസ്മിഷൻ, ഫാസ്റ്റ് റീട്രാൻസ്മിഷൻ നടത്തും. അതായത് ഒന്നുകൂടെ പറയാം, പുതിയൊരു ഫോറിൻ ഏജന്റിലേക്ക് കിട്ടിയ ഉടനെ മൊബൈൽ ഹോസ്റ്റ് എന്ത് ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് ടെക്നോളജ്മെന്റ് അയച്ചുകൊണ്ടിരിക്കും. സോ it is to artificially force the fast retransmit behavior of the host, mobile host or correspondent host. As soon as the mobile host registers at a new foreign agent using mobile IP ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ന്യൂ ഫോറിൻ ഏജന്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ it starts sending duplicated acknowledgements to the correspondent host. The proposal എന്താണ് ഇതിന്റെ കാരണം എന്താണ്? The proposal is to send three duplicate acknowledgements, 3 duplicate messages ആണ് അയക്കുക. This forces the corresponding host to go into fast retransmit mode and do not start slow start. Fast retransmitലേക്ക് പോകും without starting slow start mechanism. That is, the correspondent host continues to send with the same transmission rate it did before. നേരത്തെ ഫോറിൻ ഏജന്റിലേക്ക് മാറുന്നതിന് മുമ്പ് ഏത് റേറ്റിലാണോ അയച്ചുകൊണ്ടിരിക്കുന്നത് അതേ റേറ്റിൽ തന്നെ ഇത് റീട്രാൻസ്മിഷൻ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതാണ് ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജ്.
സിമ്പിൾ ചേഞ്ചസ് റിസൾട്ട് ഇൻ സിഗ്നിഫിക്കൻറ്റ് ഹയർ പെർഫോമൻസ് കൂടും. ഇനിയും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഫർദർ മിക്സ് ഓഫ് IP ആൻഡ് TCP. ഇറ്റ്സ് നോട്ട് എ ട്രാൻസ്പെറൻറ്റ് അപ്രോച്ച്. അല്ലെ, IP യും TCP യും തമ്മിൽ ഇവിടെ മിക്സ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ട്രാൻസ്പെറൻറ്റ് അപ്രോച്ച് അല്ല. ഇതാണ് ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ്, ഫാസ്റ്റ് റിക്കവറി.